ഗൗതം, CPM-ൽ നിന്ന് BJP-യിലേക്കുള്ള കുത്തൊഴുക്ക് തുടരുകയാണ്. നമ്മളൊക്കെ ഇപ്പോൾ എല്ലാവരും കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന എല്ലാവരും മാധ്യമങ്ങൾ ഉൾപ്പെടെ നോക്കിയിരിക്കുന്നത് ഒരാൾ BJP-യിലേക്ക് വരാൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മനസ്സുകൊണ്ട് BJP-ക്കാരായി എന്നാണ് BJP സംസ്ഥാന നേതൃത്വം പറയുന്നത്. അദ്ദേഹം BJP-യിലേക്ക് വരാം. എന്നെ പല മുന്നണികളും വിളിക്കുന്നുണ്ട്, എനിക്ക് പലയിടത്തുനിന്ന് ഓഫറുണ്ട്, ഞാൻ എന്നെ കൈയൊഴിഞ്ഞാൽ, നിങ്ങൾ എനിക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ, എന്നെ തഴഞ്ഞാൽ ഞാൻ ഇപ്പോൾ BJP-യിലേക്ക് കയറും എന്ന് അദ്ദേഹം ഒരു ഭീഷണി സ്വരത്തിൽ തൻ്റെ പാർട്ടിയോട് പറയുന്നുമുണ്ട്, CPM-നോട്. അദ്ദേഹം BJP-യിലേക്ക് പോകാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? സന്ദീപ് വാര്യരെ പോലെ ഒരു ദിവസം ഒരു രാത്രി ഇരുട്ടി വെളുത്ത് കഴിയുമ്പോൾ G. സുധാകരൻ BJP-ക്കാരനാകുമോ? യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതിൽ പിന്നാലെ BJP-ക്കകത്ത് നിന്ന് തന്നെ വലിയ രീതിയിലുള്ള അതൃപ്തികൾ ഉടലെടുക്കുന്നുണ്ട്. ആ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഒരു ക്ഷതം അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഏതെങ്കിലും ഒരു സുപ്രധാനപ്പെട്ട നേതാക്കളെ കോൺഗ്രസിൽ നിന്നോ അല്ലെങ്കിൽ CPM-ൽ നിന്നോ BJP-യിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വളരെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം സന്ദീപ് പോയതിന് ഒരു പ്രതികാരം എന്ന നിലയിൽ അവർക്കത് ചെയ്തേ പറ്റുള്ളൂ. കാരണം ജനങ്ങൾക്ക് മുമ്പിൽ അതൊരു നല്ലൊരു അവസരമാണ്, അല്ലെങ്കിൽ അവരുടെ ജനങ്ങൾക്ക് മുമ്പിൽ വിജയശ്രീലാളിതരായിട്ട് തങ്ങൾ നിൽക്കുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണത്. അപ്പോൾ ഏതെങ്കിലും ഒരു സുപ്രധാനപ്പെട്ട നേതാവിനെ BJP ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ആരെ ഇങ്ങോട്ടേക്ക് ചാക്കിട്ട് വലിക്കാമെന്ന്. ആ ഒരു ചോദ്യം ഇപ്പം നമുക്ക് ഇടയിൽ ആരായിരിക്കും അത് എന്നുള്ളത് G. സുധാകരനായിരിക്കുമോ എന്നുള്ള സംശയത്തിലേക്കാണ് ഉടലെടുത്തിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ G. സുധാകരൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, CPIM നേതാവാണ്. അദ്ദേഹം ഏറെക്കാലമായിട്ട്, എത്രയോ വർഷങ്ങളായിട്ട് അടിയുറച്ച് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിലൊക്കെ വിശ്വസിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. 2006-2011 കാലഘട്ടത്തിൽ VS-ൻ്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ആദ്യത്തെ പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന ആളാണ്. അങ്ങനെ അതുമാത്രമല്ല, 1971 SFIയുടെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പറയാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വലിയ രീതിയിൽ കമ്മ്യൂണിസത്തിൻ്റെ അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ വലിയ വലിയ ചുമതലകൾ, വലുതും ചെറുതുമായ പല ചുമതലകളും വഹിച്ചിരിക്കുന്ന ഒരു നേതാവ് ഏറെക്കാലമായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലമെങ്കിലുമായിട്ട് പാർട്ടിക്കകത്ത് വലിയൊരു അതൃപ്തിയിലാണ്. കാരണം അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള സ്ഥാനമാനങ്ങളൊന്നും നൽകുന്നില്ല എന്നുള്ള വിമർശനം അദ്ദേഹം തന്നെ കഴിഞ്ഞ ഏതാനും കുറച്ച് വർഷങ്ങളായിട്ട് പല രീതിയിൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, പല വിമർശനങ്ങളിലൂടെയൊക്കെ. അതായത് ഈ വയസ്സുമായി ബന്ധപ്പെട്ടിട്ട് ഇത്ര വയസ്സുള്ള ആളുകൾ മന്ത്രിസഭയിൽ വേണ്ട, അവർക്കിനി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വേണ്ടി സാധിക്കില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലൊക്കെ ഈ വയസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വലിയ രീതിയിൽ അതൃപ്തി നേരിട്ട് അറിയിച്ചിട്ടുള്ള, പൊതുസമൂഹത്തിന് മുന്നിൽ അറിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് G. സുധാകരൻ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തെ ചാക്കിട്ട് പിടിക്കാനാണ്, ആ അതൃപ്തിയെ ചാക്കിട്ട് പിടിക്കാനാണ് VD സതീശനും അതുപോലെ തന്നെ BJP-യും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ ദിവസം BJP ഉപാധ്യക്ഷൻ, കേരളത്തിലെ BJP-യുടെ ഉപാധ്യക്ഷനായിട്ടുള്ള ഗോപാലകൃഷ്ണൻ്റെ വായിൽ നിന്ന് ചില വർത്തമാനങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഞാൻ G. സുധാകരനെ പോയി കണ്ടു, വലിയ രീതിയിലുള്ള വരവേൽപ്പോടുകൂടിയാണ് എന്നെ ഗേറ്റിൽ വന്ന് അദ്ദേഹം എന്നെ സ്വീകരിച്ചു. ഒരു BJP നേതാവിനെയാണ് അദ്ദേഹം അങ്ങനെ വന്ന് സ്വീകരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു, അദ്ദേഹം നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതായത് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രങ്ങളെ മുഴുവൻ ഇല്ലാതാക്കി ഒരു രാജ്യവിരുദ്ധ പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുന്നുണ്ടെന്നും പല PFI SDPI പോലുള്ള പല അംഗങ്ങളും ആലപ്പുഴ അടക്കമുള്ള സ്ഥലങ്ങളിൽ നുഴഞ്ഞു കയറി പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട് തുടങ്ങിയ അഭിപ്രായങ്ങളൊക്കെ ഞാൻ അദ്ദേഹവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പറഞ്ഞപ്പോൾ അതിനൊക്കെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, അത് കേട്ടിരിക്കുകയായിരുന്നു. അപ്പം ഒരു പാതി മനസ്സ്, BJP-യോടുള്ള ഒരു പാതി മനസ്സും ഞാൻ പറഞ്ഞ കാര്യങ്ങളെ അംഗീകരിക്കുന്ന ഒരു നേതാവ് കൂടിയായിട്ടാണ് G. സുധാകരനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തെ എനിക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചത്. അതുകൊണ്ട് G. സുധാകരൻ ജി, നിങ്ങൾക്കൊരു സീറ്റ് BJP-യിലുണ്ട് എന്ന് അതുകൊണ്ട് അതൃപ്തി, നിങ്ങൾ ഒരു നല്ലൊരു നേതാവാണ്, നിങ്ങൾക്ക് BJP-യിൽ ഒരു സീറ്റ് ഉണ്ട് എന്ന് ആ നേതാക്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. G. സുധാകരനെ സ്വാഗതം ചെയ്തു, K. സുരേന്ദ്രൻ സ്വാഗതം ചെയ്തു, അതുപോലെ തന്നെ മറ്റു മുതിർന്ന നേതാക്കൾ സ്വാഗതം ചെയ്തു.
സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതിനു ശേഷം ഇപ്പോൾ സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് പുനഃസംഘടനയിൽ KPCC ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകുമെന്നാണ് പറയുന്നത്. സന്ദീപ് വാര്യർ വെച്ച കരാറാണ് അത് എന്നാണ് ഇപ്പോൾ പലരും പാർട്ടിക്കകത്തുള്ളവരും അണികളും ഒക്കെ പറയുന്നത്. അതുപോലെ സുധാകരൻ BJP സംസ്ഥാന പ്രസിഡന്റ് പദവി തന്നാൽ ഞാൻ വരുമെന്ന് പറഞ്ഞാൽ അത്തരമൊരു സ്ഥാനം നൽകിക്കൊണ്ട് സുധാകരനെ സ്വീകരിക്കുവാൻ BJP തയ്യാറാകുമോ? അതെങ്ങനെയാണ് സ്വീകരിക്കാൻ തയ്യാറ്? അതൊരു വളരെ മോശം രീതിയിലുള്ള, അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള മോശം രീതിയിലുള്ള ഒരു കാര്യമായിരിക്കും. കാരണം KPCC പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി സ്ഥാനം കൊടുക്കാമെങ്കിൽ സുധാകരൻ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. ആ കമ്മ്യൂണിസ്റ്റ് നേതാവ് BJPയിലേക്ക് വരുമ്പം കൃത്യമായിട്ടും അതിന്റെ ഒരു ഇമ്പാക്ട്, ഒരു മൈലേജ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതൊരു ഒരു വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് പറയുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റിനെ ഇല്ലാതാക്കുക, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളെ ഇല്ലാതാക്കുക എന്നൊരു രാഷ്ട്രീയ ദൗത്യം കൂടി സംഘപരിവാറിന് അല്ലെങ്കിൽ BJPക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചില സുപ്രധാനപ്പെട്ട വളരെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെ തങ്ങളുടെ ഭാഗമാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷേ BJP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനമൊക്കെ, അധ്യക്ഷ സ്ഥാനമൊക്കെ അദ്ദേഹത്തിന് നൽകുക എന്ന് പറയുന്നത് മോശം തീരുമാനമായിരിക്കും. അത് അദ്ദേഹം തന്നെ സ്വീകരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുക. മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയായിട്ടോ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ചും അമ്പലപ്പുഴ പോലുള്ള സ്ഥലങ്ങൾ, ആലപ്പുഴ ജില്ലയിലൊക്കെ വലിയ BJPക്ക് വലിയ രീതിയിലുള്ള സ്വാധീനം, ഇപ്പം ശോഭാ സുരേന്ദ്രനൊക്കെ മത്സരിച്ചതിൽ പിന്നാലെ വലിയ രീതിയിലുള്ള വോട്ട് ശതമാനങ്ങളൊക്കെ അവിടെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില പ്രമുഖരായിട്ടുള്ള RSS നേതാക്കളുടെ കൊലപാതകം SDPയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അപ്പോൾ അവിടെ ഒരു ഹിന്ദു മുസ്ലിം ക്ലാഷ് ഏതൊക്കെയോ വിധത്തിൽ ഈ ആലപ്പുഴ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ തങ്ങൾക്ക് ക്യാഷാക്കാൻ പറ്റുമോ എന്ന് BJP ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ സുധാകരനെയൊക്കെ ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് നിർത്തുവാൻ വേണ്ടി അവർക്ക് ഭാവിയിൽ സാധിക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ പ്രയോജനകരമാകും. പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ല, അമ്പലപ്പുഴ, ഈ നമ്മുടെ പുന്നപ്ര, വയലാറൊക്കെയുള്ള വലിയ ഒരു സമര പാരമ്പര്യമൊക്കെ ഉള്ള ഒരു മണ്ണാണ്. ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുള്ള ഒരു മണ്ണാണ്. ആ മണ്ണിൽ നിന്ന് തന്നെ അതെ, അപ്പൊ ആ മണ്ണിൽ നിന്ന് തന്നെ ഒരു നേതാവ്, സുപ്രധാനപ്പെട്ട ഒരു നേതാവ്, ഒരുപാട് പ്രക്ഷോഭങ്ങളിലൊക്കെ പങ്കെടുത്ത് ഏറെക്കാലം ജയിൽവാസമൊക്കെ അനുഭവിച്ച കർഷക തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നിലയുറച്ച, അവരുടെ സമര പോരാട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നിതാന്തം പരിശ്രമിച്ച ഒരു നേതാവിനെ BJPയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ആ നാട്ടിലെ അല്ലെങ്കിൽ ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങളിൽ ആളുകളുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കാൻ പറ്റും. BJP ആണ് ശരി എന്ന് പറയുന്ന ഒരു ടോക്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം അത്തരം നീക്കങ്ങളാണ് നടത്തേണ്ടത് എന്നാണ്. അല്ലാതെ BJP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനമൊക്കെ ആരും കൊടുക്കില്ല. അതൊക്കെ വെറുതെ ഒരു ഹൈപ്പോത്തിസിസ് മാത്രമായിട്ട് നമുക്ക് കരുതാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ സുധാകരൻ വന്നാൽ പാർട്ടിക്ക്, BJPക്ക്, അതായത് സന്ദീപ് വാര്യർ പോയതിൻ്റെ ഒരു വിടവ് നികത്താൻ പാർട്ടിക്ക് കഴിയുമെന്നാണ് ഗൗതം പറയുന്നത്. തീർച്ചയായിട്ടും അതിന് യാതൊരു തരത്തിലുമുള്ള തർക്കവുമില്ല. കാരണം ഈ സുധാകരൻ ഒരു ഹിന്ദു പാരമ്പര്യത്തെ, അല്ലെങ്കിൽ നമുക്കറിയാം അദ്ദേഹം കവിത എഴുതുന്ന ഒരാളാണ്. ഈ രാമായണ മാസക്കാലത്തൊക്കെ ഈ പ്രഭാഷണങ്ങളും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം പബ്ലിക്കായിട്ട് ഓരോ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതിനെ ഇവർ തമ്മിലുള്ള ആ ഒരു സിമിലാരിറ്റി ഉണ്ട്. ഇപ്പുറത്തുള്ള ആളുകൾ ആരാണ്? അവരും ഈ സംസ്കാരം, ഹിന്ദുത്വം പറഞ്ഞു നടക്കുന്ന, ഹിന്ദുക്കളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു നടക്കുന്ന ഒരാളാണ്. ഈ സുധാകരനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നും പറയുന്നു. അതേസമയം ഈ രാമായണം പോലുള്ള സാധനങ്ങളും ഒക്കെ ഭയങ്കര, അല്ലെങ്കിൽ ഹിന്ദുസത്തിൻ്റെ സംസ്കാരത്തെയൊക്കെ പല രീതിയിൽ അതിനെയൊക്കെ പുൽകുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അത്തരം ഒരാളെ, ആ ഒരു സിമിലാരിറ്റിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. അത് ശരിക്കും സുധാകരനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സന്ദീപ് വാര്യർ പോയതിന്റെ ഒരു വലിയ ക്ഷീണം BJPക്ക് തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷെ അദ്ദേഹം എവിടെ പോകും എന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ കാരണം അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് VD സതീശനും KC വേണുഗോപാലടക്കം വളരെ രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടോ എന്നറിയില്ല, അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് വേണുഗോപാൽ കാണാൻ വേണ്ടി പോയത്. അദ്ദേഹം അടുത്ത MPയും കൂടിയാണല്ലോ. എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. VD സതീശൻ അടക്കം ഈ സുധാകരനെ പുൽകുകയാണ്, പ്രശംസിക്കുകയാണ്, വാനോളം പ്രശംസിക്കുകയാണ്. ഇപ്പുറത്തെ BJPക്കാരും വാനോളം പ്രശംസിക്കുകയാണ്. അപ്പം സുധാകരൻ വേണുഗോപാലിനെ കണ്ടതിന് ശേഷം മാധ്യമപ്രവർത്തകർക്ക് നൽകിയ ഒരു ബൈറ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പല അതിർത്തി ഉണ്ടെങ്കിലും ഞാൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഞാനെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ
എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അതൊരു സൂചനയാണ്. അത് ശരിക്കും ഒരു സൂചനയാണ്. എനിക്ക് ഇനിയും എന്നെ വല്ലാത്ത രീതിയിൽ തരം താഴ്ത്താനാണ് പാർട്ടി ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മറ്റ് ഓപ്ഷനുകളിലേക്ക് BJP-യിലേക്കോ അല്ലെങ്കിൽ കോൺഗ്രസിലേക്കോ ഞാൻ ചുവട് മാറ്റും എന്ന് സംസ്ഥാന നേതൃത്വത്തോട് സുധാകരൻ നടത്തുന്ന ഒരു മുന്നറിയിപ്പാണ്. ഇപ്പം ജില്ലാ നേതൃത്വം സുധാകരനെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ള വർത്തമാനങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട് ജില്ലാ നേതൃത്വം ഈ അമ്പലപ്പുഴയിൽ സമ്മേളനം നടക്കുന്നുണ്ടായിരുന്നു, ഈ സമ്മേളനത്തിന് അദ്ദേഹത്തെ വിളിച്ചില്ല? അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ഈ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ മറ്റ് ചടങ്ങുകൾക്കോ ഒന്നും അദ്ദേഹത്തെ ക്ഷണിച്ചില്ല. അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു, അദ്ദേഹം അതിൽ പോയില്ല. ഇതിന് പിന്നാലെയാണ് വേണുഗോപാലിൻ്റെ വിസിറ്റ്, ഗോപാലകൃഷ്ണൻ്റെ പ്രശംസാവാക്യങ്ങൾ, VD സതീശൻ്റെ ഉദ്ഘോഷങ്ങളൊക്കെ ഉണ്ടാകുന്നത് G സുധാകരനുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ സുധാകരൻ എവിടെ പോകും എന്നുള്ളത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം പോകുമോ ഇല്ലയോ, അതോ അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് അദ്ദേഹം നിൽക്കുമോ, അതുകൊണ്ട് വല്ല ഗുണവും ഉണ്ടോ എന്ന് അദ്ദേഹം തന്നെ ചിന്തിക്കട്ടെ.